Hi everyone, welcome to my channel. Today I am going to discuss regarding listening part A. Let's start. ഇന്ന് നമ്മൾ ലിസണിംഗ് പാർട്ട് എയിൽ എങ്ങനെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടാതെ നോക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മളെല്ലാവരും പറയാറുണ്ട്, എക്സാം കഴിയുമ്പോൾ പറയും എനിക്ക് 24-ൽ 24 കിട്ടും, കാരണം എനിക്ക് എല്ലാ ആൻസേഴ്സും കിട്ടിയെന്ന് പറയും. ചിലപ്പോൾ സ്കോർ വരുമ്പോൾ അത് C+ലോട്ടോ Cയിലോട്ടോ പോകും. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളാണ് ഇതിലോട്ട് നയിക്കുന്നത്. എങ്ങനെ നമുക്ക് ഇതൊക്കെ ഒഴിവാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലൂറൽ ഫോംസ് പലരും പറയുന്നൊരു പ്രധാന പ്രോബ്ലമാണ് പ്ലൂറൽ ഫോംസ് നഷ്ടപ്പെടുന്നു എന്നുള്ളത്. അതായത് നമുക്കത് മനസ്സിലാവാതെ പോകുന്നു. ഇപ്പോൾ എല്ലാം ചില സമയത്ത് നമുക്ക് കേട്ട് മനസ്സിലായില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ ഈ ട്രിക്സൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാതെ നോക്കാൻ പറ്റും. അതിനുള്ള കുറേ എക്സാമ്പിൾസാണ് ഞാനിവിടെ പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോർ കൂടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു പ്ലൂറൽ ഫോംസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ലിസണിങ്ങിൽ 1-2 എണ്ണമൊക്കെ കാണത്തുള്ളൂ എങ്കിൽ പോലും, പക്ഷേ ആ 2 മാർക്കെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മാത്രമായിട്ട് ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ മാർക്ക് നഷ്ടപ്പെടുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ചില സിംറ്റംസ് പറയുമ്പോൾ, അതായത് മിക്കപ്പോഴും നമുക്ക് കാണാം ചില ഓഡിയോസിൽ നമ്മൾ ലിസണിങ് ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ ഹെഡേക്ക് എന്ന് കിട്ടും. ചില സമയത്ത് നോക്കുമ്പോഴത്തേക്ക് അത് ഹെഡേക്സ് ആവും. അപ്പോൾ നമ്മുടെ മാർക്ക് നമ്മളിപ്പോൾ ഹെഡേക്ക് ഒരിടത്ത് എഴുതി അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് അത് അപ്പോൾ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാണും ഹെഡേക്സ് എന്ന് കാണും. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഹെഡേക്സ് എഴുതുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ ഹെഡേക്ക് ആവും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം നമ്മൾക്ക് ഹെഡേക്കിന് മുമ്പിൽ പറയുന്ന ആ വേർഡ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കെയർഫുള്ളായിട്ട് ലിസൺ ചെയ്യുക. അതായത് ഇപ്പം ഒരു ഹെഡേക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈമായിട്ടാണ് ആ ഹെഡേക്കുമായിട്ട് അവർ ഹോസ്പിറ്റലിൽ കൺസൾട്ടേഷന് വരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ഹെഡേക്ക് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു വട്ടമേ വന്നിട്ടുള്ളൂ, ഇപ്പോൾ അത് വന്ന് അങ്ങനെ വരുന്നു. അതായത് തുടരെ അവർക്ക് ഹെഡേക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ, അതായത് അവർ പറയുകയാണ് പാസ്റ്റ് 1 മന്തായിട്ട് അയാൾക്ക് ഹെഡേക്ക് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹെഡേക്സ് ആണ്, അല്ലേ? അവരുടെ കംപ്ലയിൻറ്റ്സ് വരുമ്പോഴത്തേക്ക് ഹെഡേക്സ് ആകും. അതിന് കുറച്ച് എക്സാമ്പിൾ, അതായത് ഒക്കേഷണൽ എന്നോ നമ്മുടെ ഓഡിയോയിൽ അല്ലെങ്കിൽ നമ്മുടെ ലിസണിങ് മെറ്റീരിയലിൽ ഒക്കേഷണൽ ഡാഷ് എന്നാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻറ്റ് ഡാഷ് എന്നാണ്, അല്ലെങ്കിൽ റെക്കറൻറ്റ് ഡാഷ് എന്നാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ഡെഫിനറ്റ്ലി ഹെഡേക്സ് ആയിരിക്കും. ഒന്നുകിൽ ഓഡിയോയിൽ കാണും, അല്ലെങ്കിൽ അത് മെറ്റീരിയലിൽ കാണും. ഈ 2 എവിടെയെങ്കിലും ഈ വാക്കുകൾ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ പറയാം, ഒക്കേഷണലോ അല്ലെങ്കിൽ ഫ്രീക്വൻറ്റോ അല്ലെങ്കിൽ റെക്കറൻ്റായിട്ടോ. ഇത് ഹെഡേക്ക് മാത്രമല്ല, ചില സിംറ്റംസ് ഉണ്ട്. എന്നാൽ എല്ലാ സിംറ്റംസിനെയും അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇപ്പം ഫീവർ നമുക്ക് പലവട്ടമായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫീവേഴ്സ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പം ചില സിംറ്റംസ് ഉണ്ട്, എല്ലാ സിംറ്റംസിനുമല്ല. അതിൽ ഞാൻ ഇതുവരെ നോട്ട് ചെയ്തിട്ടുള്ള സിംറ്റംസാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഒക്കേഷണൽ ഹെഡേക്സ്, ഒക്കേഷണൽ സീഷേഴ്സ്, ഒക്കേഷണൽ മൈഗ്രെയിൻസ്, ഒക്കേഷണൽ ക്രാംസ്, ഒക്കേഷണൽ ഇൻഫെക്ഷൻസ്, ഒക്കേഷണൽ ആസ്മ അറ്റാക്സ്. ഈ വേർഡ്സിൻ്റെയൊക്കെ കൂടെ ഒക്കേഷണൽ എന്നോ ഫ്രീക്വൻ്റ് എന്നോ റെക്കറൻ്റ് എന്നോ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറൽ ഫോംസ് യൂസ് ചെയ്യാം. ഹെഡേക്സ്, സീഷേഴ്സ്, മൈഗ്രെയിൻ, ക്രാംസ്, ഇൻഫെക്ഷൻ, ആസ്മ അറ്റാക്സ്. ഇത്രയുമാണ് നമ്മുടെ, ഇത്രയുമല്ല വേറെയും ഉണ്ട്. ഞാൻ നോട്ട് ചെയ്തിട്ടുള്ള വേർഡ്സുകളാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് കപ്പിൾ ഓഫ് ഡാഷ് എന്നാണ് നമ്മുടെ മെറ്റീരിയൽ തന്നിട്ടുള്ളത് എങ്കിൽ നമ്മുടെ ആൻസർ എപ്പോഴും ഒരു പ്ലൂറൽ ഫോം ആയിരിക്കും. അതായത് ഇപ്പം കപ്പിൾ ഓഫ് ഡേയ്സ് ആവാം, അതൊരു കപ്പിൾ ഓഫ് വീക്സ് ആവാം, അല്ലെങ്കിൽ മന്ത്സ് ആവാം, ഇയേഴ്സ് ആവാം.
അപ്പം നമുക്ക് ഒബിയസ്ലി നമുക്കറിയാം അവിടെ പ്ലൂറൽ ഫോമേ വരത്തുള്ളൂ എന്നുള്ളത്. അപ്പം കപ്പിൾ ഓഫിൻ്റെ കൂടെ എന്ത് വന്നാലും നമുക്കവിടെ പ്ലൂറൽ ഫോം യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരു എക്സാമ്പിളാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമെങ്കിലും നിങ്ങളെ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യിക്കുകയാണ് ഞാൻ. ഓക്കെ, നമുക്കെല്ലാവർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ലിസണിങ് മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നമ്മളിതൊന്നും അപ്ലൈ ചെയ്യത്തില്ല. നമ്മളപ്പോൾ കേൾക്കുന്നത് എന്താണോ അതങ്ങ് എഴുതി പോവുകയാണ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഓടിയെത്തും, ഇതിങ്ങനെ ഞാൻ കണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ടൈമിൽ നിങ്ങൾക്കത് മിസ്സായെങ്കിൽ പോലും നിങ്ങൾ ആ ആൻസർ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ തെറ്റ് പറ്റിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത പ്രാക്ടീസ് സെഷന് നിങ്ങൾക്ക് ആ മാർക്ക് നഷ്ടപ്പെടാതെയും നോക്കാം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ബോത്തിൻ്റെ കൂടെ നമുക്കറിയാം, ബോത്ത് ഡാഷ് എന്നാണെങ്കിൽ നമ്മുടെ ആൻസർ വരുന്ന വേർഡ് ആമാണെങ്കിൽ ആംസ്, ബോത്ത് ലെഗ്സ്, ബോത്ത് ഐസ്, ബോത്ത് കിഡ്നീസ്, ബോത്ത് ലങ്സ്, ബോത്ത് എക്സ്ട്രിമിറ്റീസ്, ഇങ്ങനെയായിരിക്കും നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ലിസണിങ്ങിൽ കണ്ടുവരുന്ന വേറൊരു വേർഡാണ് റെഗുലർ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് വേർഡ്സും നമുക്ക് പ്ലൂറലായിരിക്കും കിട്ടുക. റെഗുലർ ബ്ലഡ് ടെസ്റ്റ് അല്ലെങ്കിൽ റെഗുലർ ചെക്കപ്സ്. അതുപോലെ തന്നെ വേറൊരു വേർഡും കൂടെ ഉണ്ട്, റെഗുലർ ഇൻ്റർവെൽസ്. ഇതൊക്കെ നമ്മുടെ ലിസണിങ്ങിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ എഴുതി വെച്ചിരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോക്കുക, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഹെൽപ്ഫുൾ ആവും. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ എ ഫ്യൂ എന്നുള്ളത്, എ ഫ്യൂ മന്ത്സ്, എ ഫ്യൂ വീക്സ്, എ ഫ്യൂ ബുക്സ്, എ ഫ്യൂ ഡേയ്സ്, എ ഫ്യൂ ഫ്രണ്ട്സ്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് വൺ ഓഫ് മൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് വന്നാലും വൺ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലൂറൽ ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സ്പീക്കിങ്ങിൽ തന്നെ പറയത്തില്ലേ, മൈ നെയിം ഈസ് സോ, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സേഴ്സ് വർക്കിംഗ് ഇൻ ദിസ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ വർക്കിംഗ് ഇൻ ദിസ് ഫെസിലിറ്റി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ വൺ ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലൂറൽ ഫോം ആയിരിക്കും യൂസ് ചെയ്യുക, വൺ ഓഫ്. അതുപോലെ തന്നെ എ ഫ്യൂ കഴിഞ്ഞ് കഴിയുമ്പോഴും ബുക്സ്, എ ഫ്യൂ ഡേയ്സ്, എ ഫ്യൂ ഫ്രണ്ട്സ്. ഈ കാര്യങ്ങൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യിപ്പിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക. താങ്ക് യു.